ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അതിന് വേണ്ടി 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ, 1 കപ്പ് ശർക്കര, 10 കാഷ്യൂനട്ട്, 10 ബദാം, 1/4 കപ്പ് പീനട്ട്സ്, 3 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സേമിയ നന്നായി കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ഞാൻ നന്നായി പൊടിച്ച് വേണം സേമിയ എടുക്കാൻ. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ പാനിൽ തന്നെ ബദാം, നട്ട്സ്, പീനട്ട്സ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിതെടുക്കാം. ഇനി ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഈ പാൻ വെച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് തണുക്കുമ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ തേങ്ങ നല്ല തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അത് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ തേങ്ങ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ പൊടിച്ചിട്ടുണ്ട്. നട്ട്സ് തണുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അധികം പൊടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശർക്കരയും അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഈ സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിലും റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിലും ഇതൊന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൽ പൊടിച്ച് വെച്ചേക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെറിയ ചൂടോട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇതിപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ചൂടോട് നമുക്കിത് നാരങ്ങ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടോട് വേണം ഉരുട്ടിയെടുക്കാൻ. ആദ്യം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടാൻ പ്രയാസമായിരിക്കും. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. നമുക്കിങ്ങനെ എല്ലാം ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.